പിടിച്ചു വരുന്ന കോവലിൽ നിന്ന് അധികം മൂത്തതുമല്ല എന്നാൽ അധികം ഇളത്തതും അല്ലാത്തതും നോക്കി കമ്പുകൾ നമുക്ക് മുറിച്ചെടുക്കാം. നേരിട്ട് മണ്ണിൽ നടുന്ന സമയത്ത് മണ്ണിന് പുളിരസം കൂടുതലോ അല്ലെങ്കിൽ നനവ് കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ കമ്പ് ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നേരിയ രീതിയിൽ നനഞ്ഞ ചകിരിച്ചോറിൽ വേര് പിടിപ്പിക്കാം. കമ്പ് മുറിച്ചെടുക്കുമ്പോൾ മാർക്ക് ചെയ്തെടുക്കുക, അതായത് ഏത് ഭാഗമാണ് നടേണ്ടത് ആ ഭാഗം മാർക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേര് പിടിപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി കമ്പ് മുറിച്ച് കിട്ടി സംശയം ഉണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഇതുപോലെ ചകിരിച്ചോറ് വെച്ച് പൊതിയുക. വേര് വരുന്ന വശം നോക്കി നമുക്ക് നടാവുന്നതാണ്. അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നീളത്തിലുള്ള കമ്പ് മുറിച്ചെടുക്കുക. ഇതുപോലെ റബ്ബർ ഇട്ട് പൊതിഞ്ഞ് മാറ്റിവെക്കുന്ന കമ്പ് പൂർണ്ണമായിട്ടും തണലത്ത് തന്നെ വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പിന് വേര് വരുവാൻ മാറ്റിവെക്കുന്ന അതേ ദിവസം തന്നെ നമ്മൾ ഗ്രോ ബാഗ് ആണെങ്കിലും മണ്ണാണെങ്കിലും ഒരുക്കി ഇടേണ്ടത് അത്യാവശ്യം. കോഴിക്കാഷ്ടോ ആട്ടുംകാഷ്ടോ ഒക്കെ ആണെങ്കിൽ നനച്ച് ചൂട് കളഞ്ഞു വെക്കുക. അതുപോലെ മണ്ണിൽ നേരിട്ടാണ് നടുന്നതെന്നുണ്ടെങ്കിൽ കുമ്മായി വിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യുക. ഗ്രോ ബാഗ് ആണെങ്കിൽ നിറച്ചു വയ്ക്കുക. ഗ്രോ ബാഗിൽ എപ്പോഴും കരിയില നിറയ്ക്കുമ്പോഴത്തേക്കിന് ഇളം പുല്ല് കൂടി നിറച്ചു കൊടുക്കണം. അതായത് കാർബൺ അടങ്ങിയ കരിയില പെട്ടെന്ന് മണ്ണിൽ ചേരാനാണ് ഇളം പുല്ല് ചേർത്ത് കൊടുക്കുന്നത്. കാര്യമായിട്ടൊരു വളപ്രയോഗത്തിന്റെ ആവശ്യം നമുക്ക് കോവലിനില്ല. നേരിട്ട് മണ്ണിലാണ് നടുന്നതെങ്കിൽ ഗ്രോ ബാഗ് ആണെങ്കിൽ കുറച്ച്